ഷെഫീദ് ഫുട്ബോൾ പിക്കിലേക്ക് ഏവർക്കും സ്വാഗതം. ഡ്യൂറന്റ് കപ്പ് ഫുട്ബോളിന്റെ രണ്ടാം സെമി ഫൈനൽ പോരാട്ടത്തിൽ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് നാളെ നേരിടുന്നത് ബാംഗ്ലൂർ FC ആണ്. ബാംഗ്ലൂർ FC കേരള ബ്ലാസ്റ്റേഴ്സിനെയാണ് ഡ്യൂറന്റ് കപ്പ് ക്വാർട്ടർ ഫൈനൽ പോരാട്ടത്തിൽ പരാജയപ്പെടുത്തിയത്. മോഹൻ ബഗാൻ ആവട്ടെ പഞ്ചാബ് FC ആണ്. ആവേശകരമായ പോരാട്ടമായിരുന്നു. 3-3 മത്സരം അവസാനിച്ചു. സമനിലയിൽ അവസാനിച്ച മത്സരം പെനാൽറ്റി ഷൂട്ടൌട്ടിലാണ് മോഹൻ ബഗാൻ വിജയിച്ച് സെമി ഫൈനൽ ഉറപ്പിച്ചത്. കഴിഞ്ഞ തവണത്തെ ചാമ്പ്യന്മാരെ ഡ്യൂറന്റ് കപ്പിൽ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് ആണ്. അവരുടെ മികച്ച ടീം തന്നെയാണ് ഇത്തവണത്തെ ഡ്യൂറന്റ് കപ്പിൽ പങ്കെടുക്കുന്നത്. മുഴുവൻ താരങ്ങളും പങ്കെടുക്കുന്നുണ്ട്. മലയാളി താരം സാഹിൽ അബ്ദുൽ സമദിന് വീണ്ടും ഡ്യൂറന്റ് കപ്പ് കിരീടം അല്ലെങ്കിൽ മോഹൻ ബഗാന്റെ കൂടെ ഒരു കിരീടം നേടാൻ കൂടിയുള്ള ഒരു അവസരം കൂടിയാണ് വന്നിട്ടുള്ളത്. നിലവിൽ ഒരു സെമി ഫൈനൽ പോരാട്ടമാണ് നാളെ. സാഹിൽ നമുക്കറിയാം, മുൻ കേരള ബ്ലാസ്റ്റേഴ്സ് താരമായിരുന്നു. അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിൽ എത്തിയതിനു ശേഷം ഡ്യൂറന്റ് കപ്പ് വിജയിച്ചു. കൂടാതെ ISL ഷീൽഡും സ്വന്തമാക്കിയിരുന്നു. കഴിഞ്ഞ സീസണിൽ 15ഓളം മത്സരം അദ്ദേഹം ISLൽ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിന് വേണ്ടി കളിച്ചിരുന്നു. കുറഞ്ഞ ഗോളുകളാണ് ആ ഒരു സീസണിൽ സ്കോർ ചെയ്യാൻ കഴിഞ്ഞത്. എന്തായാലും നിലവിൽ ഡ്യൂറന്റ് കപ്പിന്റെ സെമി ഫൈനൽ പോരാട്ടമാണ് നാളെ. മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിന്റെ എതിരാളികളായി ബാംഗ്ലൂർ FC ആണ് വരുന്നത്. സഹലും മോഹൻ ബഗാൻ സൂപ്പർ ജയൻസും ബാംഗ്ലൂർ FCക്കെതിരെ വിജയിക്കാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം നിലവിലെ സാഹചര്യത്തിൽ ബാംഗ്ലൂർ FCയേക്കാൾ ഏറ്റവും മികച്ച ടീമാണ് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ്. എന്തായാലും മലയാളി താരം സാഹിൽ അബ്ദുൽ സമദ് നാളത്തെ മത്സരത്തിൽ കളത്തിലിറങ്ങാൻ സാധ്യത കൂടുതൽ തന്നെയാണ്. എന്തായാലും സാഹിലിന് ഒരു കിരീടം കൂടി അടുത്തെത്തിയിരിക്കുന്നു. 2 മത്സരം അകലെയാണ് സാഹിൽ അബ്ദുൽ സമദിന് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിന്റെ കൂടെ ഒരു കിരീടം കൂടി സ്വന്തമാക്കാനുള്ള ഒരു അവസരം.